നമ്മൾ ഈ ആഴ്ച ഡിസ്കസ് ചെയ്യുന്നത് ഹോം ലോണിനെ കുറിച്ചാണ്. ബാങ്കുകളുടെ ഒരു ആവറേജ് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയെന്ന് പറയാമോ ഹോം ലോൺ എടുക്കാൻ വേണ്ടിയിട്ട്? ഈ സാധാരണ ഇതിൽ നമ്മളൊരു എക്സ്റ്റൻഷൻ എടുക്കുന്ന അല്ലെങ്കിൽ റിനോവേഷൻ എടുക്കുന്ന അത്തരം വീടുകൾക്കും നമുക്ക് ഹോം ലോൺ അവൈലബിൾ ആണോ? സാധാരണ ഒരു ലോൺ എടുക്കാൻ ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് പറയാമോ? ഈ ബാങ്ക് ലോണിന് ആരെ സമീപിക്കണമായിരിക്കും ബെസ്റ്റ്? അതായത് നമ്മൾ ബാങ്കിനെ നേരിട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴും റോബിൻ അല്ലെങ്കിൽ നിങ്ങളെ പോലെ DSA എടുത്ത് അപ്രോച്ച് ചെയ്യാൻ നേരത്തും എന്തെങ്കിലും അഡീഷണൽ ചാർജസ് വരുമോ? അതുപോലെ റോബിനെ, നമ്മുടെ ഇപ്പോൾ സാധാരണ രീതിയിൽ ബാങ്കുകളുടെ ഒരു ആവറേജ് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയെന്ന് പറയാമോ ഹോം ലോൺ എടുക്കാൻ വേണ്ടിയിട്ട്? ഹൗസിംഗ് ലോണുകളിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള റേറ്റ്സ് ഉള്ളത് നാഷണലൈസ്ഡ് ബാങ്കുകൾക്കുണ്ട്. പ്ലസ് നമ്മുടെ പ്രൈവറ്റ് ബാങ്കുകൾ എടുത്തു കഴിഞ്ഞാലും ഒരു 8.5 ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. സോ 8.5 ടു ഒരു 8.8 വരെയുള്ള ഇൻട്രസ്റ്റ് റേറ്റിലുള്ളത് നമുക്ക് കുറച്ച് നല്ലതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, പക്ഷെ ഇതും കണക്ട് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ സിബിലിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു 800+ സിബിൽ ഉള്ള ഒരാൾക്ക് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 8.5 അല്ലെ 8.6 ആ റേഞ്ചിൽ തന്നെ ആയിരിക്കും. അങ്ങനെയാണല്ലേ? അതെ, ബേസ്ഡ് ഓൺ നമ്മളുടെ സിബിൽ എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിന്റെ അളവുകോലാണ് സിബിൽ എന്ന് പറയുന്നത്. കറക്റ്റ്. അപ്പോൾ നമ്മുടെ സ്പെൻഡിങ് എങ്ങനെയാണെന്നും അതല്ലെങ്കിൽ ഒരു റീപേയ്മെന്റ് നമ്മൾ എങ്ങനെയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്, അതിന് മുടക്കങ്ങൾ വരുത്തിയിട്ടുണ്ടോ, അതിനെന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ബാങ്കുകളിലുണ്ട് കേട്ടോ. ഇപ്പം ഒരു കാർഡിന്റെ അടവ് നമ്മളുടേതല്ലാത്തൊരു കാരണം കൊണ്ട് അത് തെറ്റിയെന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ അതിൽ ഫണ്ട് ഉണ്ടായിരുന്നു, ഒരു ടെക്നിക്കൽ എറർ വന്നു. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ബാങ്കിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ NOC പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നം കൊണ്ടല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ NOC ഒക്കെ എടുത്ത് നമുക്ക് ഒരുപാട് കേസുകളിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അതെ. അതേപോലെ പിന്നെ ഒരു പ്രധാന സംശയങ്ങളിലൊന്ന്, ഈ സാധാരണ ഇതിൽ നമ്മളൊരു എക്സ്റ്റൻഷൻ എടുക്കുന്ന അല്ലെങ്കിൽ റിനോവേഷൻ എടുക്കുന്ന അത്തരം വീടുകൾക്കും നമുക്ക് ഹോം ലോൺ അവൈലബിൾ ആണോ? അത് ഹോം ലോൺ എന്നുള്ള ഇപ്പം ഹോം ലോൺ എടുത്തിരിക്കുന്ന ഒരു വീടാണെന്ന് വിചാരിക്കുക. അപ്പം അതിനൊരു എക്സ്റ്റൻഷൻ എന്നുള്ളതിന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞു. ഹോം ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഉള്ള ലോണിൽ തന്നെ വേണമെങ്കിൽ ഒരു ടോപ്പ് ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ അഡീഷണൽ ലോൺ എടുക്കുകയും ചെയ്യാം. അഡീഷണൽ ലോണും എടുക്കാം. ഇപ്പം ഒരു ലോൺ അടച്ച് തീർന്നെന്ന് വെച്ചു, ഇപ്പം ലോൺ എടുത്തതായിരുന്നു, ഹൗസിംഗ് ലോൺ ഉണ്ടായിരുന്നു, ഹൗസിംഗ് ലോൺ തീർന്നു, എന്നിരുന്നാലും ഈ പറഞ്ഞ ഹോം ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോൺ നമുക്ക് അവൈൽ ചെയ്യാനായിട്ട് എടുക്കാൻ പറ്റും. ഹൗസിംഗ് ലോൺ ആയിട്ട് റിനോവേഷൻ വേറെ ഇതാണോ? ഈ ഹോം ഇംപ്രൂവ്മെന്റും ഹോം റിനോവേഷൻ രണ്ടാണോ? ഹോം ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ റിനോവേഷനും ഇംപ്രൂവ്മെന്റും ഒരേ ലൈനിൽ തന്നെയാണ് സാധാരണ ബാങ്കിന്റെ സൈഡിൽ നിന്ന് അവർ വായിക്കുക. അപ്പോൾ ലോൺ ഇപ്പം തീർന്നതാണെങ്കിൽ ഇത് രണ്ടിനെ ഹൗസിംഗ് ലോൺ ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്, അതൊരു സെപ്പറേറ്റ് പ്രൊഡക്റ്റ് ആണ്. അത് ശരി. ഹോം ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഹോം റിനോവേഷൻ എന്നുള്ളത് സെപ്പറേറ്റ്. അപ്പൊ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും? കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ചെറുതായിട്ട് കൂടുതലായിരിക്കും. കുറച്ച് കൂടുതലായിരിക്കും, ഒരു 0.5 to 1.5% കൂടുതലായിരിക്കും. സോ എപ്പോഴും ഹൗസിംഗ് ലോൺ തന്നെയാണ് നമുക്ക് എടുത്ത് പോകുന്നതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റ് റേറ്റ് കുറവുള്ളത്. അപ്പൊ ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് ഒരു വർഷം സമയം, ആ സമയത്തിനുള്ളിൽ നമുക്കൊരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ പിന്നെ കൺസ്ട്രക്ഷന്റെ ഓരോ സ്റ്റേജ് വൈസ് ആയിരിക്കും നമുക്ക് എമൗണ്ട് തരിക. ഒരു 10 സെന്റ് സ്ഥലം എടുത്തൊരു വീട് വെക്കുന്ന ആളാണെങ്കിൽ ആദ്യം ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ 10 സെന്റ് സ്ഥലം വാങ്ങാനുള്ള പൈസ മാത്രമാണ്. അതിനുശേഷം നമ്മൾ പ്ലാൻ അടക്കം ബാക്കി കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു ഈ പറഞ്ഞ എസ്റ്റിമേഷൻ കൊടുത്തതിന് ശേഷമാണ് തറ കെട്ടി, തറയുടേതായിട്ടുള്ള വർക്ക് ഫൗണ്ടേഷൻ ഒക്കെ തീർന്നു കഴിയുമ്പോഴാണ് ആ കെട്ടിയതിന്റെ പൈസ കിട്ടുന്നത്. അങ്ങനെ ഓരോ സ്റ്റേജ് വൈസ് ആണ് പേയ്മെന്റ്സ് എല്ലാം പറഞ്ഞത്. അതെ. അതിന് അവസാനം റൂഫിങ് കഴിയുമ്പോൾ ഒരു എമൗണ്ട് റിലീസ് ചെയ്യും. അതിനുശേഷം ടൈലിംഗ് പോലെയുള്ള കാര്യങ്ങൾ, പെയിന്റിങ്, പ്ലാസ്റ്ററിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതനുസരിച്ചിട്ട് പേയ്മെന്റ് റിലീസ് ചെയ്യും. അതെ, അതിനകത്തെല്ലാം ബാങ്കിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഒരു ഫോട്ടോയിലൂടെ ആണെങ്കിലും നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ റോബിൻ, ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ഒരു ലോൺ എടുക്കാൻ ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് പറയാമോ? സാധാരണ ഈ ആധാരം അതൊക്കെ എല്ലാവർക്കും അറിയത്തുള്ളൂ. എന്തൊക്കെ ഡോക്യുമെന്റ്സ് അത് സാധാരണ രീതിയിൽ ഒരു ലോൺ എടുക്കാൻ ആവശ്യമുള്ള ആൾക്കാർക്ക് വേണം? പറയാം. ഡോക്യുമെന്റേഷൻ പാർട്ടിൽ നമ്മൾ 3 കൺസിഡർ ചെയ്യേണ്ടത്. ഒന്ന്, നമ്മുടെ കസ്റ്റമറെ KYC റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ഒന്ന്. രണ്ടാമത് ഈ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ലീഗൽ ഡോക്യുമെന്റ്സ്. അതിനകത്താണ് ഈ പറഞ്ഞ ആധാരം, മുന്നാധാരം, അതുമേൽ വേറെ എന്തെങ്കിലും ബാധ്യതകളുണ്ടോ എന്ന് അറിയാനായിട്ട് എൻകംഫറൻസ് പോലെയുള്ള കാര്യങ്ങൾ. അതെല്ലാം നമുക്ക് അക്ഷയ ത്രൂ ഒക്കെ ആണെങ്കിലും നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ ആധാരമല്ല, അല്ലാതെയുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ബാധ്യതകളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേസമയം നമ്മുടെ KYC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ആധാർ, പാൻ കാർഡ്, പ്ലസ് നമ്മുടെ ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ളത് ബാങ്കിന്റെ മുമ്പിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ്,
ബാങ്കിന്റെ മുമ്പിൽ നമ്മൾക്ക് എത്ര റീപേയ്മെന്റ് കപ്പാസിറ്റി ഉണ്ടെന്ന് നമ്മൾ തന്നെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം ഈ 3 കാറ്റഗറിയാണ്. അത് KYC, നമ്മളുടെ ഇൻകം പ്രൂവ് ചെയ്യൽ, ലീഗൽ ഡോക്യുമെന്റ്സ്. ഈ 3 കാര്യങ്ങളാണ്. ഈ ലീഗൽ ഡോക്യുമെന്റ്സിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആധാരങ്ങൾ എടുക്കണം, മുൻ ആധാരങ്ങൾ എടുക്കണം. അതോടൊപ്പം ലൊക്കേഷൻ സ്കെച്ച് എടുക്കേണ്ടതുണ്ട്. എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കണം, ഇത് ബാധ്യത റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട്. അതുപോലെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കണം, നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ലാൻഡ് ടാക്സ് അടച്ചേക്കുന്നത്, കരം കെട്ടിയ രസീത്. ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിന്, ബാങ്കിൻ്റേതായിട്ടുള്ള ലീഗൽ ഡിവിഷന് സബ്മിറ്റ് ചെയ്യാനായിട്ട്. ലീഗലായിട്ടുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും ബാങ്ക് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സ്ഥലം വാങ്ങാനായിട്ട് നിൽക്കുന്ന ആൾ ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് ഈ ഡോക്യുമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ലീഗൽ ടീം, അതൊരു വ്യക്തി ആയിരിക്കില്ല, അല്ലെ ഒരു പാനൽ ഓഫ് അഡ്വക്കേറ്റ്സ് ആവാം, അല്ലെങ്കിൽ ആ ഒരു ഡിവിഷനിൽ പെട്ട ആൾക്കാർ, അല്ലെ ആ ഫീൽഡിൽ പെട്ട ആൾക്കാർ തന്നെ ആയിരിക്കും അതിനെ അസസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് നമുക്കത് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അപ്പം ചില സ്ഥലങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പട്ടയങ്ങളുണ്ടാവും, ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ അടുത്ത് മേടിച്ചതായിരിക്കും. അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലീഗൽ അസസ്മെന്റിൽ നമുക്ക് കൃത്യമായിട്ട് അത് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റോബിന്, ഈ ബാങ്ക് ലോണിന് ആരെ സമീപിക്കണമായിരിക്കും ബെസ്റ്റ്? ഞാൻ ചോദിക്കാനുള്ള ചോദ്യത്തിന് ഒരു കറക്റ്റ് ഞാൻ പറയാം. അതായത് സാധാരണ ഇതിൽ ബാങ്കിനെ നമ്മൾ നേരിട്ട് സമീപിക്കണതാണോ നല്ലത്, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും DSIC, ഇപ്പോൾ റോബിനെ പോലെ ഒരു DSIനെ സമീപിക്കണതാണോ നല്ലത്? ആരായിരിക്കും ബെസ്റ്റ്? ഓക്കെ, ഇത് ഞാൻ എപ്പോഴും ആൻസർ കൊടുക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് കേട്ടോ. ഇതിൽ ഒരു 3 അഡ്വാൻറ്റേജുകളാണ് DSIs ത്രൂ ലോൺ ചെയ്യുമ്പോൾ ഉള്ളത്. ഒന്ന്, നമ്മൾ ബാങ്കിൽ, ഇപ്പം സാറിൻ്റെ ബാങ്ക് എക്സ് എന്ന് പറഞ്ഞൊരു ബാങ്ക് ആണെങ്കിൽ ആ ബാങ്കിൽ സാറ് പോയി ലോണിന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ബാങ്കിലുള്ള ബെസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ്, അല്ലെങ്കിൽ അവിടെ പോസിബിൾ ആയിട്ടുള്ള ഒരു സർവീസ് മാത്രമാണ് അവർക്ക് തരാൻ സാധിക്കുക. ഞങ്ങളുടെ കമ്പനി മിറാക്കിൾ എന്ന് പറയുന്ന കമ്പനിക്ക് 15 ബാങ്കുകളുമായിട്ട് ഡയറക്റ്റ് അസോസിയേഷൻ ഉണ്ട്. അതിനകത്ത് 5 നാഷണലൈസ്ഡ് ബാങ്കുകളും ബാക്കി 10 പ്രൈവറ്റ് ബാങ്കുകളും ഉണ്ട്. അപ്പം ഇത്ര ബാങ്കുകളിൽ കമ്പയർ ചെയ്തിട്ട് നമ്മളുടെ സിബിലും ബേസ് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ഏത് ബാങ്കിൽ നിന്നാണോ നമുക്ക് എടുത്തു തരാൻ പറ്റുക, ആ ഫെസിലിറ്റിയാണ് നമ്മൾ കസ്റ്റമർ മുമ്പിലേക്കായിട്ട്, അല്ലെങ്കിൽ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നത്. സോ അതാണ് ആദ്യത്തെ പോയിന്റ്. സോ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ 15 ബാങ്കുകളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റും അല്ലെങ്കിൽ ഏറ്റവും നല്ല സർവീസും കിട്ടുന്ന ബാങ്കിലായിരിക്കും നമ്മൾ അവരുടെ ലോൺ സജസ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്നുള്ളതാണ്. അതായത് ഒരു ലോൺ എടുക്കാൻ വരുന്ന സമയത്ത്, ആ സമയത്ത് നമുക്ക് നല്ല റിലേഷനുള്ള ഒരു മാനേജർ ഒരു പക്ഷേ ബാങ്കിലുണ്ടാവാം. നമ്മളൊരു റീപേയ്മെൻറ്റിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഒരു പ്രീ ക്ലോഷറിനായിട്ടോ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് ചെല്ലുമ്പോൾ ഒരു പക്ഷേ ആ മാനേജർ ആയിരിക്കണം എന്നില്ല അവിടെ. ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട് മാറി അവിടെ വേറൊരാൾ വന്നിട്ടുണ്ടാവും. ഒബ്വിയസ്ലി ആ ഒരു നമ്മളോടുള്ള അപ്രോച്ചും അതെല്ലാം വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോയിന്റ്, ഒരു 15 അല്ലെങ്കിൽ ഒരു 30-40 വർഷത്തേക്കാണ് ഈ ഹൗസിംഗ് ലോണുകളൊക്കെ വരിക. അപ്പോൾ ആ സമയത്തോളം ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. നമുക്കൊരാവശ്യം വന്നു, ഒരു ലോണ് ഒരിടത്തു നിന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ട സാഹചര്യം വന്നു, അങ്ങനെ എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മളൊരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആയിട്ട് ഈ DSI ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാ വർഷവും ഈ ലോണുകളെ നമ്മൾ കൊടുത്ത ലോണാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിവ്യൂ ചെയ്യും. എന്നിട്ട് സപ്പോസ് ഈ ഇരിക്കുന്ന എക്സ് ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് മാറ്റിയാൽ ഒരു 0.5% ഡിഫറൻസ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ബെറ്റർ ആക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മൾ അത് സജസ്റ്റ് ചെയ്ത് നമ്മൾ ആ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കും. ഈ ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ നമ്മൾ ത്രൂ ചെയ്ത ലോണാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് എക്സ്പെൻസ്, അതിൻ്റെ പ്രോസസ്സിംഗ് ഫീ അടക്കം, ട്രാൻസ്ഫർ ചാർജ് അടക്കം നമ്മളുടെ കമ്പനി മിറക്കിൾ തന്നെയാണ് ബെയർ ചെയ്യുക. സോ ഈ ഒരു 3 അഡ്വാൻറ്റേജ് മിക്കവാറും ഉള്ള DSIs ചെയ്ത് കൊടുക്കാറുള്ളതാണ്. അപ്പോൾ നമുക്ക് അഡീഷണലായിട്ട് ബാങ്കിലേക്ക് ഡയറക്റ്റ് പോയി അപ്രോച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും ഈ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യമാണെങ്കിലും ലോണിൻ്റെ സാങ്ഷൻ്റെ കാര്യമാണെങ്കിലും എല്ലാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു പ്രോസസ്സിലൂടെ നമുക്ക് സ്മൂത്തായിട്ട് A to Z കാര്യങ്ങൾ കസ്റ്റമറോട് കൺവേ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഒരു ബാങ്കിൽ ഡയറക്റ്റ് പോകുന്നതും DSI വഴി ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇനി എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരു ചോദ്യം കൂടി ചിലപ്പോൾ കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും. അതായത് നമ്മൾ ബാങ്കിനെ നേരിട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴും റോബിൻ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ DSI എടുത്ത് അപ്രോച്ച് ചെയ്യാൻ നേരത്തും എന്തെങ്കിലും അഡീഷണൽ ചാർജസ് വരുമോ? അല്ലെങ്കിൽ എന്താ പറയുക, ബാങ്കിൽ ചെയ്യാൻ നേരത്തോ അല്ല DSI ചെയ്യാൻ നേരത്തോ എന്തെങ്കിലും ഒരു ചാർജസോ അല്ലെങ്കിൽ കമ്മീഷൻസോ അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ വരുമോ സാധാരണക്കാർക്ക്? ഇല്ല, സാധാരണ രീതിയിൽ
ചില DSAs അവർ പറയും അവർ അഡീഷണൽ ആയിട്ടുള്ള സർവീസസ് ഒക്കെ ഇത് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കാരണം ഇതൊരു വലിയ ഈ ഞാൻ പറഞ്ഞ 3 പോയിന്റ്സും വലിയ അഡ്വാൻറ്റേജുകൾ തന്നെയാണ് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം. കാരണം അവർ ബേസിക്കലി ലോണിൻ്റെ പേപ്പേഴ്സ് ഇതിലെ ഡോക്യുമെൻറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ, അവരുടെ ഇൻകം ഡീറ്റെയിൽസ്, KYC ഡീറ്റെയിൽസ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിഞ്ഞ് ഇതിലേക്ക് ഒരു പരിധി കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ മറ്റുള്ള ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ അക്ഷയ ത്രൂവോ അല്ലെങ്കിൽ ഗവൺമെൻറ് സൈറ്റ്സിൽ നിന്നൊക്കെ ആയിട്ട് ഈ ലീഗൽ കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അഡീഷണൽ ആയിട്ടുള്ള ഒരു ചാർജ് എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഈ ലോൺ ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള പേ ഔട്ട് ബാങ്കിന്റെ സൈഡിൽ നിന്നാണ് നമുക്ക് പേ ഔട്ട് വരുന്നത്. അതിപ്പോ നിങ്ങൾ ചെയ്താലും ബാങ്ക് ചെയ്താലും ഈ പേ ഔട്ട് അവിടെ തന്നെ ഉണ്ടാവും. പേ ഔട്ട് അവിടെ തന്നെ ഉണ്ടാവും. കാരണം നമ്മളത് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കസ്റ്റമർക്ക് തരുന്നതോടൊപ്പം ഈ പറഞ്ഞ കസ്റ്റമർ അടുത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് യാതൊരു ചാർജും വാങ്ങുന്നില്ല. നമ്മളുടെ പേ ഔട്ട് അല്ലെങ്കിൽ ആ ഒരു കമ്മീഷൻ എന്നുള്ളത് വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. നമ്മൾ ചെയ്യുന്ന വോളിയത്തെ ബേസ് ചെയ്തിട്ട്. അതുകൊണ്ടാണ് ഞാൻ മറ്റേ പോയിന്റ് ആദ്യം പറഞ്ഞത്, ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മൾ ചെയ്യാൻ കാരണം എത്രമാത്രം കസ്റ്റമേഴ്സ് വന്ന് നമുക്ക് ഓരോ ലോണുകളായിട്ട് കൊടുക്കാൻ പറ്റുന്ന അത്ര വോളിയം ബിസിനസ് നമുക്ക് കയറുകയാണ്. സോ ഈ വോളിയത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ പേ ഔട്ട് ബാങ്കിൽ നിന്ന് കിട്ടുന്നത്. അതെ. സോ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കാൻ നമുക്കും നിങ്ങളെ പോലെ തന്നെ താല്പര്യം ഉണ്ടാവും നിങ്ങൾക്ക് എടുത്തു തരാനായിട്ട്. കാരണം അതൊരു കസ്റ്റമർ റെഫറൻസ് ആയിരിക്കും ഒരാൾ ത്രൂ കിട്ടുക. അപ്പം എൻ്റെ പാർട്ണർ എപ്പോഴും പറയും ഒരു 10 ക്ലയൻറ്റ് നമുക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 100 ക്ലയൻറ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഒരു 10 ക്ലയൻറ്റ് ത്രൂ ആ 100 പേരിലേക്ക് എത്തുന്നതായിരിക്കും നല്ലതെന്ന് പറയും. ആ ഒരു ക്വാളിറ്റി ഓഫ് സർവീസ് ആണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താങ്ക് യു റോബിൻ, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഹോം ലോണിനെ കുറിച്ച് പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം. കാരണം ഇത് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു അജ്ഞതയുണ്ട്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇതിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ശരിക്കും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച്. പ്രത്യേകിച്ച് ഇപ്പം പല ആൾക്കാരും ലോണൊക്കെ എടുക്കാനൊക്കെ ഉള്ള ഒരു ഫെസിലിറ്റിയിലേക്ക് നിൽക്കുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായില്ലേ? കാരണം ഈ ലോൺ എടുക്കാൻ നേരത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ല ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ലോൺ എടുക്കുകയായിരിക്കും ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ള് ലോണിനെ കുറിച്ചായിരുന്നു. ഈ ലോൺ എങ്ങനെയൊക്കെ എടുക്കാം, എൻ്റെ സിബിൽ സ്കോർ എങ്ങനെയാണ് വരുന്നത്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും റോബിൻ പറഞ്ഞു തന്നായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി മനസ്സിലാകാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇടാം. ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കാൻ ഞാൻ KG ഫ്രാൻസിസ് സൈനിങ് ഓഫ് ഫ്രം ഹോം ടെക്.